ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു അമ്മയുടെ വീടൊന്ന് കാണിച്ചു തരാമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടുപേരെയും കൂടെ അമ്മയുടെ അടുത്തോട്ട് ആക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വൈകുന്നേരം ഇവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അമ്മ പിരിവിനായിട്ട് പോകുന്നതിന് മുമ്പ് രണ്ടുപേരെയും തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കും. അപ്പം ഞാൻ അതിന് മുൻപായിട്ട് ഇവരങ്ങോട്ടാക്കാമെന്ന് കരുതി. ഉച്ചതിരിഞ്ഞായതുകൊണ്ടേ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇറക്കിയത്. ശാന്താൻ്റിയുടെ വീട്ടിൽ കയറി ഞാൻ നിമ്മല വീട്ടിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഈ റോഡിൻ്റെ അങ്ങ് അറ്റത്തായിട്ടൊരു ആർച്ച് പോലെ കാണുന്നില്ലേ? ഞങ്ങളുടെ ഇടവക പെരുന്നാളാണ് കേട്ടോ, അടുത്ത ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച ഞാൻ പെരുന്നാൾ വ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ മുല്ലപ്പന്തലിനുള്ള പരിപാടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഇടവഴി നടന്ന് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്, അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾക്കൊരു 14 സെൻറ്റ് സ്ഥലത്തിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു വാർപ്പ് വീടുണ്ടായിരുന്നു. ഞാനൊരു 6ലോ 7ലോ ഇല്ല 5ൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാലുകാച്ചൊക്കെ നടന്നു. പക്ഷെ ഉടനെ തന്നെ ആ വീട് വിൽക്കേണ്ടി വന്നു. അത് വിറ്റപ്പോൾ 2 സ്ഥലത്തായിട്ട് പ്രോപ്പർട്ടി എടുത്തിരുന്നു. അതിലൊന്ന് നമുക്ക് ഈ വീടും പ്രോപ്പർട്ടിയും കൂടെ അന്ന് 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ടതാണ്. അന്നേ ഇത് അമ്മയുടെ പേരിലാണ് മേടിച്ചത്. അമ്മയുടെ അനിയത്തിക്ക് ഇത് റെൻറ്റിന് കൊടുത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അവർ വേറൊരു വീട് വാങ്ങി അങ്ങോട്ട് മാറി. അപ്പോൾ അമ്മ ഇങ്ങോട്ട് മാറി. അങ്ങനെ ഞങ്ങൾ എത്തുന്നതും കാത്ത് ഒരാൾ ഇവിടെ ഫോണിൽ വലിയമ്മച്ചിയായിരിക്കും അങ്ങേ തലയ്ക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിള്ളേരെ രണ്ടുപേരെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഈ വീട്ടിൻ്റെ ഒരു ഹോം ടൂറും ചെയ്ത് ഞാനിപ്പോൾ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഹോം ടൂറായിട്ട് കാണിക്കാനായിട്ട് വലുതായിട്ട് ഒരു പരിപാടിയില്ല. ഇങ്ങനെ ഒരു ഹോളുണ്ട്, 2 റൂം അപ്പുറത്ത് ഇപ്പുറത്തായിട്ടും ഒരു കിച്ചനും. ഈ ആദ്യം കാണുന്ന റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്രയേ ഉള്ളൂ സംഭവം. ഇത് അമ്മയുടെ കുഞ്ഞ് അടുക്കള. ഇനി ഞാൻ തിരിച്ചു പോട്ടെ. നിങ്ങളുടെ കൂടെ വരണേ, തൊപ്പി വെച്ചോണ്ട് വരണേ കേട്ടാ. ഐ ലവ് യു. ബൈ ബൈ. ഇനി രണ്ടുപേരും കൂടെ ഇത്ര നേരം ഇരുന്ന് കളിച്ചിട്ട് അമ്മ പിരിവിന് പോകാൻ സമയമാകുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നോളും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ പണികളൊക്കെ തീർത്തു. ആൻഡ് ദിസ് ഇസ് സൺഡേ മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഞാൻ ഇട്ടുകൊണ്ട് നിന്നേച്ചാൽ ആ ഒരു ബ്ലൂ പൈജാമ ടോപ്പ് സെറ്റിൻ്റെ കൂടെ തന്നെ എടുത്ത ഒരു റെഡാണ് ഇത്. രണ്ടിലും പ്രിൻ്റ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബ്രൈറ്റ് യെല്ലോയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിച്ചണിലൊക്കെ ഇട്ടുകൊണ്ട് നിന്നാൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അത് ചൂസ് ചെയ്തില്ല. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ പുലിച്ചിറ ആലൻ്റെ സിസ്റ്ററിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ കൂടെയാണ്. നിലു എണീറ്റിട്ടില്ല. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുന്നേ കാറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാനായിട്ട് അലൻ കാറിൻ്റെ മേൽക്കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കഴുകലൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, നല്ല രീതിക്ക് ഈർപ്പം അടിക്കുന്നുണ്ട്. കവർ ചെയ്തിരുന്നാലും കുറച്ച് ഈർപ്പമൊക്കെ കാണും. അപ്പോൾ അത് ഇത്തിരി ഫോഗി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഗ്ലാസും ടോപ്പും ഒക്കെ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങളത് പുലിച്ചിറയിലേക്ക് ഇറങ്ങുവാണ്. അവിടെ ഒരു വിശേഷവും കൂടി ഉണ്ട് കേട്ടോ. ഡാരലിൻ്റെയും ഡെല്ലിയുടെയും ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഡാരലിൻ്റെ ബർത്ത്ഡേ ഈ വീക്കിലും ഡെല്ലിയുടേത് നെക്സ്റ്റ് വീക്കിലുമാണ്. പക്ഷേ ചേച്ചി അത് ഒരുമിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുവാണ്. ചേട്ടൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അത് ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. അത് ഇതിൻ്റെ മുന്നത്തെ വീക്കെൻഡിലായിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വീടൊക്കെ പൂട്ടിയിട്ട് രാവിലെ എണീറ്റ് ഞാൻ കോഫി പോലും ഉണ്ടാക്കിയിട്ടില്ല. താമസിച്ചാണ് എണീറ്റത്. എണീറ്റ പാടെ തന്നെ ആലനും തിരിച്ച് സിസിജിയിൽ നിന്ന് എത്തി. ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളങ്ങ് വണ്ടിയിലേക്ക് കയറിയതാണ്. കുക്കു ഡ്രസ്സ് ചെയ്തങ്ങ് കയറി. നിലു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കൂടിയില്ല. അങ്ങനെ ആ ഒരു പാമ്പേഴ്സോടെ എടുത്ത് കിടത്തിയേക്കുവാണ്. ഡ്രസ്സൊക്കെ അഡീഷണൽ എപ്പോഴും ഞാൻ 2-3 എടുക്കും. പിന്നെ ചേച്ചിയുടെ അടുത്ത് ഒരു സ്പെഷ്യൽ കവർ നമ്മളുടെ രണ്ടുപേരുടെയും കുറച്ച് ഡ്രസ്സായിട്ട് എപ്പോഴും കാണും. ഇതാണ് ഇവിടുത്തെ സൺഡേ വൈബ്. ഇത് താനിയാണ് കേട്ടോ. നമ്മളിങ്ങ് ഓടി താനിയിലെത്തി. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് പരവൂർ അലൻ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ വരുന്നത്. സിസിജി എക്കോ സ്പോർട്സ് അളിയൻ്റെ കയാക്കിംഗ് സെൻ്ററാണത്. പള്ളിയിൽ നിന്ന് 2ാമത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോകുന്നുണ്ട്. താനിപ്പള്ളി വേറെ ഇടവകയാണ് കേട്ടോ, നമ്മുടെ ഇടവകയല്ല. പെരുന്നാളുള്ളത് ഇരവിപുരം ഇടവക പള്ളിയിലാണ്. അങ്ങനെ ഈ ഒരു ബ്രിഡ്ജും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് മയ്യനാടാണ് കയറുന്നത്. മയ്യനാട് റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒരു ബൈ റോഡിൽ കൂടെ നമുക്ക് പുലിച്ചിറയിൽ KPM സ്കൂളിൻ്റെ അടുത്ത് എത്താം. അതിനടുത്താണ് വീട്. അപ്പോൾ അലൻ്റെ പേരൻസ് എവിടെ, വീട് എവിടെ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നു എന്നൊക്കെ നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് രമണ, നമ്മൾ ഈ വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ കോമ്പൗണ്ടിലേക്കാണ്. പക്ഷേ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇതുപോലെ 2 വീടുകളുണ്ട്. ഈ ആദ്യം കാണുന്ന വീട്ടിൽ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളുമാണ്. ഹസ്ബൻഡ് എപ്പോഴും ഇവിടെ കാണത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് ദുബായിക്ക് പോകും. അവിടെ എൽകോം എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ഈ വീട്ടിലാണ് ആലൻ്റെ മമ്മിയും ഡാഡയും താമസിക്കുന്നത്.
ഈ 2 വീടിലൊന്നിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഛർദിലൊക്കെ ഒട്ടും നിൽക്കാത്തതുകൊണ്ട് ഞാൻ പേരൻസിൻ്റെയൊക്കെ അടുത്ത് തന്നെ ആവട്ടെ എന്നും കരുതിയിട്ട് മമ്മിയും ഡാഡയും കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും പോയി സെറ്റിലാവുന്നത്. ഇതിനിടയ്ക്ക് കോവിഡ് ടൈമിൽ ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ എബ്രോഡും ആയിരുന്നു. അവർ തിരിച്ചു വന്ന് അവരുടെ വീട്ടിൽ സെറ്റിലായി, ഞങ്ങൾ പോയി കുടുംബത്തെ സെറ്റിലായി. അപ്പോൾ ഞാൻ അന്ന് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 7:30 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. അപ്പോൾ പിന്നെ ഈ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് എനിക്കത് പറ്റത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ആ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാനിവിടെ സിറ്റാഡലിൽ കയറിയത്. അപ്പോൾ എനിക്കെല്ലാം കുറച്ചുകൂടെ കംഫർട്ടബിളായി, കുറച്ചുകൂടെ അടുത്തായി. അമ്മച്ചിയുണ്ട്, ലിലിയമ്മച്ചിയുണ്ട്, സ്കൂളും അടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റിങ്. പിന്നെ ആലനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ പുൽച്ചിറയിലോട്ട് മാറിയ ടൈമിലൊക്കെ ആലൻ ശ്വാസം മുട്ടിയാണ് ഇവിടെ താമസിച്ചത്. കുരിശുമൂട് വിട്ട് ആലന് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബോണ്ടിങ്ങും അറ്റാച്ച്മെൻറ്റും ആണ് കുരിശുമൂട് കടപ്പുറവും ആലനുമായിട്ട്. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തി. ഞാൻ ഡാരലിനെ ആദ്യം വിഷ് ചെയ്തു. ഡെല്ല എണീറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുക്കുവിന് വരുന്ന പാടെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് പൂരി ഉണ്ടായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുക. മമ്മിക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാനൊരു 3-4 സ്ലൈസ് ബ്രെഡും കഴിച്ചു, എന്നിട്ടൊരു പൂരിയും കൂടെ കഴിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ അതേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ പോവുകയാണ്. ചില്ലി ചിക്കൻ ആക്ച്വലി പ്ലാനിലില്ലായിരുന്നു. ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന്. ഇതിൻ്റെ ഇടയിൽ മുറിയിന്ന് ഭയങ്കരമായിട്ട് പാട്ടും ഒച്ചയൊക്കെ കേട്ടിട്ട് ക്യാമറ കൊണ്ട് അവിടെ വെച്ചതാണ്. പക്ഷേ ക്യാമറ വന്നതോടെ ആൾക്കാർ ഡാൻസ് ഒക്കെ നിർത്തി കേട്ടോ. അയ്യോ പണിപ്പാളിയിലോ പാട്ടാണല്ലോ ഇപ്പോൾ കറൻ്റ്ലി നിലു ഇങ്ങനെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ഇട്ട് ഇടയ്ക്ക് അവിടെ അലക്സേനെ കൊണ്ട് അവർ പാടിപ്പിച്ചുകൊണ്ടിരിക്കുക. വന്നു കഴിഞ്ഞാൽ ഡെല്ലയും ഡാരലിനെയും കണ്ടാൽ മതി. അവിടെ ഡാഡേനെ പോലും കാണാതെ ഓടി ഇങ്ങോട്ട് കയറിയിട്ടാണ് പിന്നെ മമ്മി നിലുവിനെ എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് പോയത്. പിന്നെയാണ് ഈ വൈബിങ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നു. അതിന് മുൻപായിട്ട് ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളും കൂടെ ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. കോഫിയൊന്നും കുടിക്കാതെയാണ് ഞാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചേച്ചി എനിക്കൊരു ചായ എടുത്തു, നിലുവിനുള്ള പാലും എടുത്തു. ഇവിടെ ഡാഡ ഇങ്ങനെ തലയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് അകത്ത് സ്റ്റെപ്പൊക്കെ മാറി. ഇപ്പോൾ ഓരോ വരിക്കനുസരിച്ചാണ്, മ്യൂസിക്കിനനുസരിച്ചാണ് ഓരോ സ്റ്റെപ്പും. പാട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് കോപ്പിറൈറ്റ് വീഴും. അതിൻ്റെ അകത്തുള്ള ആ ഒരു ലൈറ്റ് ട്യൂണൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സ്ലോ മോഷനൊക്കെ. പിന്നെ അതിങ്ങനെ പാട്ടിൻ്റെ സ്പീഡിനനുസരിച്ച് സ്റ്റെപ്സും മാറും. അങ്ങനെ ക്ഷീണിതനായ നിലുവിന് പാല് തണുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കൊണ്ടുവന്ന് കൊടുത്തു. ബൂസ്റ്റും ഷുഗറും ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഇത്തിരി ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഡാൻസ് ആവാമെന്ന് കരുതി ഞാൻ അവിടെ അത് ചാരി വെച്ചിട്ട് അതൊന്ന് നിലുവിനെ ചാരി വെച്ചിട്ട് പാലും എടുത്ത് കൊടുത്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികൾ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചില്ലി ചിക്കനായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അതിനുള്ള ക്യാപ്സിക്കവും സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്തിരി മൈദമാവ്, കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇനി ഇത് കംപ്ലീറ്റ്ലി ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് 2 മുട്ടയും കൂടെ ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചിരുന്നാൽ കറിക്ക് അത്രയും പീസസിന് അത്രയും ടേസ്റ്റ് കിട്ടും. ഇപ്പം നമുക്ക് അത്രയും സമയമൊന്നുമില്ല, ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചില്ലി ചിക്കൻ ഇവിടുത്തെ പ്ലാനിലില്ലായിരുന്നു, അതുകൊണ്ട് അത് സ്മോൾ ക്യൂബ് പീസസ് അല്ല, ഒരു കറിക്കായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന അത്രയും വലിപ്പവും അത് ഷേപ്പൊക്കെ ഉള്ള പീസസാണ്. അധിക നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഓൾറെഡി ടൈമായി. അപ്പോൾ ഞാൻ എൻ്റെ ചായ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ദേ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ പീസസ് പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചു. ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്, മൊത്തം കൂടി ഇടാൻ പറ്റും, പക്ഷെ എന്നാലും അധികം അങ്ങോട്ട് ക്രൗഡി ആക്കണ്ടെന്ന് കരുതിയിട്ട് പകുതി ഞാനങ്ങ് മാറ്റി വെച്ചു. ഇനി ചിക്കൻ ഇവിടുന്ന് മൊരിയുന്ന ടൈം കൊണ്ട് ചേച്ചി ഇതേ ഇപ്പുറത്തൊരു പാനിൽ ഫ്രൈഡ് റൈസ് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേച്ചി ചിക്കനും നോക്കിക്കൊള്ളും. തിരിച്ചും മറിച്ച് നോക്കിയിട്ട് അതങ്ങ് മൊരിച്ചെടുക്കും. ഇനി നമുക്ക് ചില്ലി ചിക്കനായിട്ട് വേണ്ട പ്രധാന ഐറ്റംസ് ആണല്ലോ ക്യാപ്സിക്കവും സവാളയും. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ ഉണ്ടായിരുന്ന കളേഴ്സ് എല്ലാം ഞാൻ എടുത്തിട്ട് നേരെ പകുതിയാക്കി, പകുതി ഫ്രൈഡ് റൈസിനും ബാക്കി പകുതി നമ്മുടെ ചില്ലി ചിക്കനുമായിട്ടാണ് മാറ്റി വെച്ചത്. ഒരു 2 പഴുത്ത തക്കാളിയും കൂടെ എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. മമ്മി ഇവിടെ ഇടയ്ക്ക് വെളുത്തുള്ളി ഉരിച്ചു വയ്ക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉരിക്കാനായിട്ടുള്ള പണി ഇല്ലായിരുന്നു. അങ്ങനെ സവാളയും കൂടെ അരിഞ്ഞ് അങ്ങനെ ഇങ്ങനെ പൊളിച്ച് മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ടൊമാറ്റോ സോസ് ഇല്ലയെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. ഉണ്ട്, ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഇപ്പുറത്ത് വന്ന് മമ്മിയുടെ അടുത്ത് നിന്ന് ടൊമാറ്റോ സോസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ മമ്മിക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് വരാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ പോയി വീണ്ടും ബ്രെഡും എടുത്ത് തിരിച്ചു വന്നു. ആലനും ഡാഡയും ചേട്ടനും ഒക്കെ കൂടി ഇവിടെ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മി കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മമ്മി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് കട്ട്ലറ്റ്.
പോർക്ക് കറി, പിന്നെ മീൻ പട വെക്കുന്നു എന്നും പറഞ്ഞിട്ട് മമ്മി അങ്ങനെ ഒരു ഐറ്റം കൂടെ ചെയ്യും. ഇതിൻ്റെ ഒന്നും റെസിപ്പി ഇപ്പോഴേ ചോദിക്കരുത്, അതൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ. അതൊക്കെ അത് വരുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ദേ സോസിൻ്റെ ബോട്ടിലും ഒക്കെ എടുത്ത് അവിടെ ഉണ്ടായിരുന്നൊരു സാഷയും കൂടെ പിറക്കി ദേ ഇപ്പുറത്ത് വന്നു. കിച്ചണിൽ കൊണ്ടുവന്ന് ഒരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു, കുറച്ച് സോയാ സോസും ആഡ് ചെയ്തു. ഇത് കുറച്ച് ഹണിയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി വെക്കാം. അപ്പോൾ ഈ ഒരു സോസാണ് നമുക്ക് ചില്ലി ചിക്കനിലേക്ക് ഇനി വേണ്ടത്. അവിടെ ദേ റൈസ് ഓൾറെഡി സെറ്റായി, പച്ചക്കറികളൊക്കെ വെന്ത് ചേച്ചി ലെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുനുകുന അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് നമുക്ക് നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. അത് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇതളടർത്തി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരും. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, തീ കുറയ്ക്കരുത്. അപ്പോൾ ഒത്തിരി നേരം ക്യാപ്സിക്കം കിടന്ന് വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അങ്ങനെ വേവാനും പാടില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. അതങ്ങനെ വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ലേശം ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മീതെ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ പൊരിച്ചത് മാറ്റി വെച്ച് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ബാക്കി പരിപാടികൾ ചെയ്തത്. ആ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ പച്ചവെള്ളം ആഡ് ചെയ്യരുത്. കെറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെള്ളം തിളപ്പിച്ച് ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം. മേളിൽ ഇത്തിരി ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 5 to 6 മിനിറ്റ്സിൻ്റെ അകത്ത് ചില്ലി ചിക്കൻ റെഡിയാവും. മമ്മി അവിടെ കട്ട്ലറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെയാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ പായസവും വെക്കുന്നത്. പായസത്തിനുള്ള പാല് ഞാൻ ദേ ഗ്യാസിലേക്ക് വെച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും മമ്മി ആദ്യത്തെ സെറ്റ് കട്ട്ലറ്റ് പൊരിച്ചത് പിള്ളേർക്കൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് അപ്പോഴേ കഴിച്ചു തുടങ്ങി. കുറച്ച് ടൊമാറ്റോ സോസ് ഒരു പാത്രത്തിലെടുത്തിട്ട് ഞാൻ കഴിച്ചു. എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്ക് പുക വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചൂടുണ്ട്, കട്ട്ലറ്റ് നല്ല ചൂടായിട്ടിരിക്കുക. എന്നാലും ഞാൻ 2 കഴിച്ചു. പാൽ നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് പായസം മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ലേശം മൈദമാവും കൂടെ കലക്കി ഞാൻ അതിലൊഴിക്കും കേട്ടോ, ഒരു സ്പൂണൊക്കെ. അല്ലാതെ അത് കുറുകത്തില്ല. എൻ്റെ അറിവിൽ ഇന്നേ വരെ അത് അങ്ങനെ കുറുകിയിട്ടില്ല. പിന്നെ നട്ട്സ് ഒന്നും വറുത്ത് ചേർക്കുന്നില്ല. പിള്ളേർ ഈ നട്ട്സൊക്കെ പിറക്കി കളയും. മേളിൽ ഇത്തിരി നെയ്യ് മാത്രം ചേർത്തു. ഈ റുബിക്സ് ക്യൂബിനകത്തോട്ട് ഈ ഒരു പേന കുത്തിക്കയറ്റി അതിൻ്റെ നിബ്ബ് അതിനുള്ളിലായി. കയ്യിലും ടേബിളിലും ഇവിടെ എല്ലാം മഷിയായി. ഇനി ചേച്ചി പിന്നെ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിബ്ബ് അതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. ഇനി പതുക്കെ സൗകര്യം പോലെ കണ്ടുപിടിക്കാം. ലഞ്ച് ടൈം ആയി. അങ്ങനെ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് സാനിറ്റൈസർ വെച്ചിട്ട് തുടച്ചപ്പോൾ പോയെന്ന് തോന്നുന്നു. നെയിൽ പോളിഷ് റിമൂവറിൽ പെട്ടെന്ന് പോകും, പക്ഷേ ഇവിടെ ആ സംഭവം ഇല്ലായിരുന്നു. അങ്ങനെ ചേച്ചി സാനിറ്റൈസറൊക്കെ അടിച്ച് ആ ടേബിളിലെ ഇങ്ക് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പിള്ളേർക്കായിട്ടുള്ളതൊക്കെ കഴിക്കാൻ എടുത്തു കൊടുത്തു. നിലുവിന് ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് മമ്മിയെടുത്ത് വെള്ളച്ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവന് വേണ്ട. അന്നേരം പിള്ളേർ കഴിക്കുന്ന ബിരിയാണി മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ ഇച്ചിരി റൈസ് വെച്ച് കൊടുത്തു. കുറച്ച് ചിക്കനും കട്ട്ലറ്റും ഒക്കെ ഇങ്ങനെ പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചില്ലി ചിക്കനും ചേച്ചി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും. അങ്ങനെ പിന്നെ ഞങ്ങളും കൂടിരുന്ന് കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ മമ്മി വന്നു. മമ്മീനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വരാം, ഞാൻ വന്ന് എടുത്തോളാമെന്നും പറഞ്ഞിട്ട് നിന്നതാണ്. കട്ട്ലറ്റ് ഒന്ന് ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചേട്ടനും ഡാഡയൊക്കെ കട്ട്ലറ്റ് കഴിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഉപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. മമ്മി ഞങ്ങളുടെ ചോദിച്ചതാണ് ഉപ്പുണ്ടോയെന്ന്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല, നൈസായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഉപ്പ് മുന്തി നിന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനത് പറയുമായിരുന്നു, കുഴപ്പമില്ല അമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഉപ്പൊന്നും അത്ര കൂടിയിട്ടില്ല എന്ന്. പിള്ളേരും ഞങ്ങളും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആലനും ഡാഡയ്ക്കും അളിയനും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ടേബിളിലെടുത്ത് സെറ്റ് ചെയ്തു. അവർ കഴിക്കാനിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ചെക്കൻ്റെ വീട്ടുകാരുടെ ബോഡി ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. കുക്കു നല്ല രീതിക്ക് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അതേപോലെ കാണിക്കാനാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ ഏജിന്റെ അത്ര ഓൾറെഡി നമ്മുടെ ഈസ്റ്റർ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ ഇത്തിരി പായസം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പായസം നല്ല തിക്നെസ് ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പായസം കുടിച്ച് ഒത്തിരി ലേറ്റായിട്ടാണ് ഇവർ കഴിക്കാൻ വന്നത്. അപ്പോൾ കുറച്ച് പാലും കൂടെ കാച്ചി മമ്മി അതിൽ ചേർത്തായിരുന്നു. അപ്പോൾ പായസം നീണ്ടുപോയെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ പായസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മൊത്തം തീർത്തു. അപ്പോൾ ഇപ്രാവശ്യം കട്ടിയുള്ള പായസം, ഞാനൊരു ഓളത്തിന് പറഞ്ഞതാണ് മുറിച്ചെടുക്കാൻ പറ്റുന്ന പായസമൊന്നും. പക്ഷേ ഞാൻ ചെന്നപ്പോൾ പായസം പറഞ്ഞതുപോലെ കുറച്ച് ഇങ്ങനെ കേക്ക് പരുവത്തിന് ഇങ്ങനെ ആയി വരുന്നു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാനതങ്ങ് സെറ്റാക്കി എടുത്തു.
ഉറങ്ങാൻ വിളിച്ചപ്പോൾ ഒരാൾക്ക് പായസം വേണം, പിന്നെ ബബിൾ ഊതി കളിക്കണം. ഇവിടെ പിന്നെ ഇത്രയും പേരൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പിടിച്ച് കിടത്തി. ചേട്ടനും ഡാഡിക്കും ഒക്കെ കിടക്കണ്ടേ. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ഞാൻ ആദ്യം എണീറ്റു. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ഞാനൊരു അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5:30 ഉച്ചയ്ക്ക് തുറക്കം കഴിഞ്ഞ് എണീറ്റാലേ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് 6 മണിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും. ലോങ് വീഡിയോ ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തിരിക്കും. പക്ഷേ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു 6 o'clock ആ ഒരു പരുവത്തിനാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ നിലുവിന് രാവിലെ കാച്ചിയ പാലിൻ്റെ ബാക്കി ഇരുന്നത് അങ്ങനെ അവനിൽ വെച്ച് ചൂടാക്കിയെടുത്തു. എനിക്കും ചേട്ടനും ഡാരലിനും കൂടെ കുറച്ച് ഇഞ്ചി ചായ. ഞാൻ എണീറ്റപ്പോൾ തന്നെ ആലൻ അവിടെ സിറ്റൗട്ടിൽ നിന്ന് ചായ കുടിക്കുന്നത് കണ്ടിരുന്നു. മമ്മി അവിടെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ചായ കുടിക്കത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇച്ചിരി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയപ്പോൾ എല്ലാ ചാനലിലെയും പോലെ വീഡിയോസ് കുറഞ്ഞ പോലെയെന്ന്. ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഷോർട്സ് ആണെങ്കിൽ മാക്സിമം 2 ഷോർട്സൊക്കെ ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ദിവസം ഫുള്ള് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതെപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ വരും മൊത്തത്തിൽ ഞാൻ എടുക്കുന്ന ക്ലിപ്സ്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ചെറുതാക്കി ഒരു 20 മിനിറ്റ്സിൽ ഇത് സെറ്റാക്കി ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ ഞാൻ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 20 മിനിറ്റ്സൊക്കെ എടുക്കും അതൊന്ന് സേവായി വരാൻ. പിന്നെ അതിന് തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇല്ലാണ്ട് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ചായയുമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ പുറത്ത് 2 പേര് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ആൾക്കാരെ കാണുന്നില്ല. ആ കോർക്ക് ചേച്ചിയുടെ വീടിൻ്റെ കാർ ഷെഡിൻ്റെ മേളിൽ വീണുപോയി. 2 പേരും ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവസാനം അലൻ തന്നെ കയറി എടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ 2 പേരും കൂടെ ഷട്ടിൽ ബാറ്റ് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡെല്ലയും കുക്കും ജോയിൻ ചെയ്ത് ഞങ്ങൾ ടീമായിട്ട് കളിച്ചു. അതിൻ്റെ നടുക്ക് ഒരാൾ ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷട്ടിൽ ബാറ്റിലും ഫോക്കസ് ചെയ്ത് കളിക്കണം. പിന്നെ ബോൾ നമ്മുടെ കാലിൻ്റെ അടുത്ത് എത്തിയാൽ നമ്മളത് തട്ടിക്കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ കിടന്ന് നിലവിളിക്കും. ഈ 2 വീടുകളിൽ നിൽക്കുന്നത് ഒന്ന് ലോങ് ആംഗിളിൽ കാണിക്കാനാണ് ഞാൻ ഈ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നടുക്കൂടെ ആ ചെറിയൊരു ഫെൻസും പിന്നെ ഇങ്ങനെ 2 വീടും. അങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിയൊക്കെ കഴിഞ്ഞു. അളിയൻ കേക്ക് മേടിക്കാൻ പോയി. ഞാൻ ആദ്യത്തെ ചെസ് നമ്പർ 1 കൊണ്ടുവന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മുടി ചീകാൻ വിളിച്ചപ്പോൾ മുടി ചീകാൻ വരത്തില്ല. പാമ്പേഴ്സ് ഇടാനായാലും മുടി ചീകാനായാലും ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്കൊരു ടെക്നിക്കുണ്ട്. ഞാൻ ആദ്യം കുക്കുനെയാണ് വിളിക്കുന്നത്. ആ കുക്കുമോന് മുടി ചീകി തരാം, കുക്കുന് പാമ്പേഴ്സ് ഇട്ട് തരാമെന്നും പറഞ്ഞിട്ട്. ഇപ്രാവശ്യം ഞാൻ ഡാരലിനെ വിളിച്ചു, ഡാരൽ മോന് മുടി ചീകി തരാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ വരും, വേണ്ട എനിക്ക് തന്നെ ചീകി തരണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ സുന്ദര കുട്ടപ്പനായി ആദ്യത്തെ ആൾ അവിടെ ഇരിപ്പുണ്ട്. കുക്കുനും പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാരൽ ചായ കുടിക്കും, ബാക്കി കുട്ടിപ്പട്ടാളങ്ങൾ പാലാണ് കുടിക്കാറുള്ളത്. പിന്നെ ഡെല്ല കുളിക്കാൻ കയറി. അത് കഴിഞ്ഞ് കുക്കുനെയും ഞാൻ കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. 2 പേരും കുറച്ച് നേരത്തേക്ക് പിന്നെ ഇൻട്രസ്റ്റ് കാണിച്ചത് മ്യൂസിക്കിലായിരുന്നു. ഇനി കേക്ക് കട്ട് ചെയ്യാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? മിന്നൽ വലിക്കാൻ. അവൻ ആദ്യം പോയി തിയേറ്ററിൽ കണ്ട മൂവി ടൊവിനോയുടെ നരിവേട്ടയാണ്. അപ്പോൾ അതിൻ്റെ ആ മൂവിക്ക് അവൻ പറയുന്നത് മിന്നൽ വലയെന്നാണ്. അപ്പോൾ മിന്നൽ വല കാണാൻ പോകുന്നതെന്നാണ് കേട്ടോ ഈ പറയുന്നത്. ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ന്യൂസ് എത്തിയത് ABVPയുടെ വിദ്യാഭ്യാസ ബന്ധാണെന്ന്. അങ്ങനെ ഞാൻ അപ്പം തന്നെ ചേച്ചിയുടെ കാലിലിട്ട് ചുരണ്ടി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പ്ലാൻ ചെയ്ത് വ്യസന സമേതം ബന്ധുമിത്രാദികളെല്ലാം സിനിമയ്ക്ക് പോവുകയാണ്. ഉഷയിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9:30 ഷോ. തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് തട്ടുദോശ കഴിക്കാം എന്നൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പം നിലുവിന് എന്തായാലും വിശക്കും. അതുകൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ് പാല് അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി അവൻ്റെ മിൽക്കിൻ്റെ ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതൊരു ഡെല്ലയുടെ ഒരു കുഞ്ഞ് ബാഗിലാക്കി അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞങ്ങളിതേ ഇറങ്ങുന്നത്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വണ്ടിയിലും അമ്മയും ഡാഡിയും ചേച്ചിയും അളിയനും കൂടെ ചേച്ചിയുടെ കാറിലും കയറി. കാറിലും പണിപാണിയിലോ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ബഹളത്തിലായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞങ്ങൾ അങ്ങനെ പതിവിലും വിപരീതമായി കുറച്ച് നേരത്തെ തിയേറ്ററിലെത്തി. ഒരു 9:10 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. 9:30 ഉള്ളൂ ഷോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് കറങ്ങി. പിന്നെ പോപ്കോണൊക്കെ മേടിച്ചതിൻ്റെ പാതി നിലു തട്ടി വിട്ടു. താഴെ വീണതൊക്കെ അപ്പം തന്നെ അവൻ തിരിച്ച് പറക്കി അതിലോട്ട് വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കുക്കു പിന്നെ കാല് വെച്ച് അതങ്ങോട്ട് സൈഡിലോട്ടാക്കി എടുക്കുന്നത്, അവനത് എടുക്കാതിരിക്കാനായിട്ട്. മൂവി തുടങ്ങുന്നതിന് മുൻപേയും അളിയനിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിലു ഏത് സിനിമയ്ക്കാണ് വന്നേക്കുന്നത്, ഏത് മൂവിക്കാണ് വന്നേക്കുന്നതെന്ന്. പക്ഷെ അപ്പോഴും മിന്നൽ വല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പടത്തിൻ്റെ. എന്തായാലും ഈ പടത്തിൻ്റെ പേര് അവനൊരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെല്ലയ്ക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല, പിന്നല്ലേ അവന്.
അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എപ്പോഴും വരുന്ന പോലെ തന്നെ ചിന്നക്കട റൗണ്ടിലുള്ള പ്രതീക്ഷ റെസ്റ്റോറൻറ്റിൽ വന്നു. ഞങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഷെഡ് ഉള്ളതിൻ്റെ താഴെ വന്നിരുന്നു കേട്ടോ. പെട്ടെന്ന് മഴ വീണിട്ട് എല്ലാവരും പ്ലേറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങോട്ട് കയറി നിൽക്കാനായിട്ട്. അത്ര സ്പേഷ്യസ് അല്ലല്ലോ, അവരിങ്ങനെ പുറത്തിരുന്നല്ലേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇതേ ഈ ഒരു സ്പോട്ട് കിട്ടിയതുകൊണ്ട് തന്നെ മഴ നനയേണ്ടി വന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവർ നേരെ തിരിച്ച് പുലിച്ചിറയിലേക്കാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് ഇരവിപുരത്തോട്ട്. കുക്കു സാറിന് അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ ട്യൂസ്ഡേ ടെസ്റ്റ് പേപ്പറും ഒക്കെ ഉണ്ട്. പള്ളിപ്പെരുന്നാളിൻ്റെ അലങ്കോലപ്പണികളൊക്കെയാണ് കേട്ടോ. പക്ഷെ മഴ കാരണം ഒരു വസ്തു കാണാൻ പറ്റുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.